അല്ലേ? എന്തൊക്കെയുണ്ട് നമ്മുടെ ശരീരത്ത്? പഞ്ചഭൂതം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? വായുണ്ട്, അഗ്നിയുണ്ട്, ജലമുണ്ട്, പൃഥ്വിയുണ്ട്, പിന്നെ ആകാശമുണ്ട്. അല്ലേ? അഞ്ചെണ്ണമുണ്ട്. അതുകൊണ്ടാണ് മരണപ്പെടുമ്പോൾ നമ്മൾ ഈ അഞ്ചെണ്ണത്തിനകത്ത് വെച്ചാണ് ഈ ശരീരത്തെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കും. നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോഴേ അത് പൂർണ്ണത വരുള്ളൂ. അനിലേ അനിലേ ഒരു പൊടിക്കടിയിലേ ഒന്ന് കുറച്ച് ഒത്തിരി എടുത്തടിക്കണം. അപ്പോ പഞ്ചഭൂതങ്ങൾ കൊണ്ട് അല്ലെ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കണ ശരീരം പഞ്ചഭൂതത്തിൽ തിരിച്ചു കൊടുക്കണം. അപ്പൊ ശരീരത്തെ അവിടെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാല് ഞാൻ ഈ ശരീരമല്ല എന്ന ബോധത്തെ ഉറയ്ക്കുക. കാരണം നമ്മുടെ എല്ലാം അഹംഭാവം ഈ ശരീരം കൊണ്ടാണ്, അല്ലേ? അപ്പൊ നമ്മളൊരാള് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? ഞാൻ ചോദിക്കാം, നിങ്ങൾ ആരാ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ നമ്മുടെ പേര് പറയുന്ന ഞാൻ ഇന്ന ആളാണ്. അയ്യോ, അതെനിക്ക് മനസ്സിലായില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ആരാ ഒന്നുകൂടെ പറഞ്ഞാൽ വ്യക്തമാക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പേരും വീട്ടുപേരും ആ കുടുംബത്തിൽ ആരെയാണോ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ആ ആളിന്റെ പേരും വെച്ചിട്ട് ഞാൻ ഇന്നടത്ത ഇന്ന ആളിന്റെ ഇന്ന ആളാ, അല്ലേ? എന്നല്ലേ പറയണേ? അപ്പൊ നമ്മൾ ആരാ എന്ന് ചോദിച്ചാൽ ആദ്യം പറയണത് പേരാണ്. ഈ പേരെന്നാ കിട്ടിയേ? നമുക്ക് ഈ പേര് കിട്ടിയതെന്നാ? 28-ന്, 27-നല്ലല്ലോ. 27-ന് പേര് കിട്ടിയ വല്ലവരും ഉണ്ടോ? ആരുമില്ല. അല്ല, ചിലയിടത്ത് 27-ന് പേര് കിട്ടുന്നവരുണ്ട്. അപ്പൊ 28-ന് ആ പേര് കിട്ടിയത്. അപ്പൊ 28-ന് പേര് കിട്ടുന്നത് വരെ നമ്മൾ ഇവിടെ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം നമ്മൾ എവിടെ ആയിരുന്നു? ഇരുപത്തെട്ടിന് ആ പേര് കിട്ടി, അല്ലേ? ആ പേര് എന്തിനോട് ചേർത്ത് വെച്ചു? ഈ ശരീരം